പട്ടിയെടുത്ത് പോലും അവര് പീഡനം ചെയ്യുന്നതായിട്ട് നേരിട്ട് കണ്ട. അതായത് ഞങ്ങള് കുറെ പേരുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് മേളിൽ നിന്നപ്പോ ഒരാള്, അതായത് നമുക്ക് നല്ലപോലെ അറിയാം, നമ്മൾ ഫ്ലാറ്റിലുള്ള, അപ്പം പുള്ളിക്കാരൻ എന്താണ് പട്ടിയെടുത്ത് പോലും ഇങ്ങനെ കാണിക്കുന്നതായിട്ടുള്ള ഇത് ഞങ്ങൾ വീഡിയോയിൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വന്ന് കഞ്ചാവ് വലിക്കുന്നതും മദ്യപിക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഫോണിൽ പിടിക്കുമായിരുന്നു. ആ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചേച്ചിയുടെ അടുത്ത് ഇതണക്ക് മദ്യപിച്ചിട്ടോ കഞ്ചാവ് വലിച്ചിട്ടോ കണ്ട ഒരാള് വന്ന് അടുത്ത് കിടന്നെന്നോ, അങ്ങനെ ആ ചേച്ചി ഒച്ച വെച്ച് നിലവിളിച്ചപ്പോഴത്തേക്ക് തല പിടിച്ച് അടിച്ച് പൊട്ടിച്ച് 3 സ്റ്റിച്ചായിട്ട്. ഞാൻ സ്നേഹതീരം ഫ്ലാറ്റിൽ നിന്ന് വരികയാണ്. ഇപ്പം നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചേച്ചിയുടെ അടുത്ത് ഇതണക്ക് മദ്യപിച്ചിട്ടോ കഞ്ചാവ് വലിച്ചിട്ടോ കണ്ട ഒരാള് വന്ന് അടുത്ത് കിടന്നെന്നോ, അങ്ങനെ ആ ചേച്ചി ഒച്ച വെച്ച് നിലവിളിച്ചപ്പോഴത്തേക്ക് തല പിടിച്ച് അടിച്ച് പൊട്ടിച്ച് 3 സ്റ്റിച്ചായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അവനെ പിടിച്ച് അങ്ങനെ കേസിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടറിഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ കുറെ പിള്ളേരുണ്ട്. അതും 19-20 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള പിള്ളേർ 2000 രൂപയ്ക്കൊക്കെ സാധനം മേടിച്ചിട്ട് ഇങ്ങനെ 7,000 രൂപയ്ക്കൊക്കെ കച്ചവടം ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടറിവാണ്, കണ്ടിട്ടില്ല. പക്ഷെ ഈ അടുത്ത സമയത്ത് തന്നെ വേറൊരു 2 കുട്ടികളായിട്ട് പോലീസ് ഇങ്ങനെ പിടിച്ചപ്പോ അതിൽ കണ്ട കഞ്ചാവ് പൊതിയുന്ന പേപ്പറോ അങ്ങനെയൊക്കെ കിട്ടിയതായിട്ട് ഇങ്ങനെ അറിഞ്ഞു. അങ്ങനെ എന്റെ അടുത്തുള്ള തന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ മോനും അതിനകത്ത് ഉൾപ്പെട്ട് അങ്ങനെ അവളെ വിളിച്ച് അങ്ങനെ ഞാൻ പോയപ്പോഴത്തേക്ക് അവിടുത്തെ സാറന്മാരെ ഇതേണക്ക് പറഞ്ഞത് കഞ്ചാവ് പൊതിയുന്ന പേപ്പറാണെന്നും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുത്തിവെപ്പ്, അങ്ങനെ ഞാൻ ആ പയ്യനോട്, വേറൊരു പയ്യനുണ്ട്, അവന്റെ കൈ നോക്കിയപ്പോ കുത്തിവെച്ച കുറെ പാടുകളായിരുന്നു ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ അവനെ അടിക്കുകയും ചെയ്ത് വഴക്കും പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ഇല്ല ആന്റി എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. അച്ഛൻ മരിച്ചു പോയി, അമ്മ മാത്രമേ ഉള്ളെന്നൊക്കെ നമുക്കറിയാം. പിന്നെ വന്നിട്ട് നമ്മളവിടെ സെപ്റ്റി ടാങ്കില് നമ്മുടെ വീട്ടിനടുത്ത് സ്നേഹതീരം ഫ്ലാറ്റിലാണല്ലോ, അപ്പം 8 പേർക്കും കൂടെ ഒരു സെപ്റ്റി ടാങ്ക്. അപ്പൊ അതില് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള തന്നെ ഒരു അമ്മ, പ്രായമുള്ള അമ്മ ഇതേണക്ക് പൂച്ചാൻ പോയപ്പോഴത്തേക്ക് അതിൽ നിന്ന് അറിയാതെ വീണ്, അങ്ങനെ 2 പ്രാവശ്യം വീണ് അങ്ങനെ സുഖലായി കിടന്ന് അമ്മ മരിച്ച്. പിന്നെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ അവിടെ മൊത്തത്തിൽ എന്ന് വെച്ചാൽ അവിടെ കൊച്ചു കുട്ടികൾക്ക് പോലും അതിലെ കൂടെ നടന്നു പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭയങ്കര ഇതായിട്ടാ. പിന്നെ ഓരോ വീട്ടിന്റെ മുകളിലൊക്കെ ആമ്പിള്ളേര് ഏറ്റവും ടോപ്പിലൊക്കെ കയറിയുന്നതുകൊണ്ടാണ് ഈ മയക്കുമരുന്നിന്റെ പുക വലിക്കുന്നത്. അത് ബോട്ടിലെടുത്തിട്ട് എന്തോ കപ്പത്തണ്ടൊക്കെ ഒടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഊതി ഉള്ളിലേക്ക് വരുന്നതൊക്കെ ചേച്ചിമാരിങ്ങനെ എന്നോട് പറഞ്ഞ് ഞാൻ അറിഞ്ഞതാ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ കാണുന്ന വശം ഞാനത് പോലീസിൽ അറിയിപ്പിക്കുകയും ചെയ്യും. അതിനോടൊപ്പം ഞാൻ പ്രതികരിക്കും, ഞാൻ അവരോടൊപ്പം തന്നെ ഉണ്ടാവും. പിന്നെ നമ്മളെ ഇടവരം പോലീസുകാർ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുത്ത് ഇടപെടുന്നതും നമ്മള് എന്ത് കാര്യത്തിനായാലും അവര് നമ്മളെ കൂടെ ഉണ്ടാവും. അവിശ്വാസത്തോടെയാണ് ഓരോ കാര്യങ്ങളിൽ ഞാൻ ഇനി ഇറങ്ങാൻ പോണത്. ഇപ്പം കമ്മീഷണർ നേതൃത്വത്തിൽ ഇവിടെ പരാതി പരിഹാര അദാലത്ത് നടന്നു. അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഉയർന്നു വന്നത് ഈ പരാതികളെ തന്നെയാണ്. ഇതുണ്ട്. പിന്നെ ഓരോരുത്തർക്ക് പിന്നെ നമ്മളെ ഇവിടുന്ന് സ്നേഹതീരം ഫ്ലാറ്റിലോട്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങ് വരെ കുറച്ച് അവിടെ ഒരു പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെ നിന്ന് സെക്ഷൻ കണക്കാ, മദ്യപാനവും ഇങ്ങനെ MDMന്റെയും കഞ്ചാവും വിൽപ്പനയും ഉണ്ട്, വലിക്കലും ഉണ്ട്. പിന്നെ ആർക്കും പോകാൻ പറ്റുന്നില്ല, അത്രയും പേടിയായാലും കൂടെ. പട്ടിയെ പേടിച്ചാരും മുമ്പ് വയ്ക്കുന്നത്, ഇപ്പൊ മനുഷ്യനെ പേടിച്ച ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങക്ക് വിശ്വാസമുണ്ട്, അവര് നമ്മളെ കൂടെ ഉണ്ടാവും, നമുക്ക് വേണ്ടിട്ട് എല്ലാം ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട്. അതില് നമ്മളിപ്പോ ഇതില് മീറ്റിംഗിൽ പങ്കെടുത്തപ്പോ നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മളോടൊപ്പം ഉണ്ടാവും. പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഈ കണക്കുള്ള ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളെ കൂടെ എന്തിനും ഒപ്പം ഉണ്ടാവും. നിങ്ങൾ അതിന് ഇറങ്ങിക്കോ, നമ്മൾ കാണുമെന്ന് അങ്ങനെ ഉറപ്പ് തന്ന് നമ്മളതിനകത്ത് നിൽക്കും. അതുപോലെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ മുമ്പ് എനിക്കൊരു പഴയ ഫോണുണ്ട്, ആ ഫോണിനകത്താണെങ്കിൽ മിക്ക ഇതണക്കുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഈ മദ്യപാനം കഞ്ചാവ് വലിക്കുന്നൊക്കെ ഞാൻ എന്റെ ഫോണിനകത്ത് പകർത്തുമായിരുന്നു കേട്ടോ. ആ ഫോണ് എന്റെ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അതിനകത്ത് കാണാമായിരുന്നു. ഈ പറയുന്ന കണക്ക് പട്ടിയെടുത്ത് പോലും അവര് പീഡനം ചെയ്യുന്നതായിട്ട് നേരിട്ട് കണ്ട. അതായത് ഞങ്ങള് കുറെ പേരുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് മേളിൽ നിന്നപ്പോ ഒരാള്, അതായത് നമുക്ക് നല്ലപോലെ അറിയാം, നമ്മൾ ഫ്ലാറ്റിലുള്ള, അപ്പം പുള്ളിക്കാരൻ എന്താണ് പട്ടിയെടുത്ത് പോലും ഇങ്ങനെ കാണിക്കുന്നതായിട്ടുള്ള ഇത് ഞങ്ങൾ വീഡിയോയിൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വന്ന് കഞ്ചാവ് വലിക്കുന്നതും മദ്യപിക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഫോണിൽ പിടിക്കുമായിരുന്നു. ആ ഫോണ് എന്നെ ഒന്ന് നഷ്ടപ്പെട്ടു, അല്ലായിരുന്നെങ്കിൽ അതെല്ലാം ഞാൻ ഇവിടെ തെളിവ് സഹിതം ഞാൻ കൊണ്ടുവന്ന് കൊടുത്താന്. ഇനിയിപ്പോ എന്റെ ഇരിക്കുന്ന ഫോണെന്ന് വെച്ചാൽ ഒരു പഴയ ഫോൺ, അതിനകത്താണെങ്കിൽ
ഒരുപാടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒന്നിനും മുന്നിട്ട് ഇറങ്ങാത്തെന്ന് വെച്ചാൽ കുട്ടികൾ, അവൻ 17 വയസ്സുള്ള മോനുണ്ട്. അപ്പൊ അവന് ഇനി എന്തിനെങ്കിലും ഈ ഉമാരോടെ കൂടെ കളിക്കാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചുങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് രീതിയിൽ പെരുമാറുമോ? ഇപ്പൊ നമ്മൾ ഓരോന്ന് കാണാൻ കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു പേടി. നമ്മളിവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണെങ്കിൽ ഞാൻ അതിന് മുന്നേ അവരെക്കാട്ടും മുന്നിൽ ഞാൻ നിൽക്കും. അവർക്ക് അത് എന്ന് വെച്ചാൽ ഇവിടെ മദ്യപിച്ചിട്ട് ഉമാര് മദ്യം എന്ന് പറയണ്ട, കഞ്ചാവും MDMA ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പെൺപിള്ളേരുടെ അടുത്ത് അനാവശ്യമായിട്ട് പോവുക, കയറി പിടിക്കാൻ ചെന്ന് ഒരു കൊച്ച്, ഈ പറഞ്ഞ രാഹുൽ എന്ന് പറഞ്ഞ പയ്യന്റെ അവന്റെ കാര്യം തന്നെ ഇത് കണക്കെ ഒരു സംഭവം ഉണ്ടായി. ഒരു പെൺകൊച്ച് നടന്നു വന്നപ്പോഴത്തേക്ക് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ആ കൊച്ചിനെ കയറി പിടിക്കാനൊക്കെ പോയത്. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കുറെ പേര് ഒന്നും ആരോടും പറയത്തില്ല. പോലീസ് സ്റ്റേഷനിൽ പോലും വന്ന് പറയാൻ പറ്റത്തില്ലാത്ത ഒരു ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ പോലീസുകാരെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ നമ്മളോട് ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെ ഇപ്പോഴും.